ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 31 ആണ്ടുവട്ടത്തിലെ 21 ആഴ്ചയിലെ ശനിയാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. മനുഷ്യരെന്ന നിലയിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് വലിയ വ്യക്തികളായി തീരുക എന്നുള്ളത്, അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. എപ്പോഴും വലിയ കാര്യങ്ങളിലേക്കാണ് മനുഷ്യരുടെ ചിന്തകൾ പോകുന്നത്. ചിലപ്പോൾ ചിലരുണ്ടാകാം ഏറ്റവും സാധാരണമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ സന്തോഷത്തോടു കൂടെ മുന്നേറുന്നവർ. അവർ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ അവർ വളരെ സംതൃപ്തരാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്നു. പക്ഷേ പൊതുവെ എല്ലാവരുടെയും ആഗ്രഹം വലിയവരായി തീരുക, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. അവിടെ താലന്തിന്റെ ഉപമയാണ്. താലന്ത് കൊടുത്തിട്ട് 5 താലന്ത് കൊടുക്കുന്നു, 2 താലന്ത് കൊടുക്കുന്നു, 1 താലന്ത് കൊടുക്കുന്നു. 5 കിട്ടിയ ആള് ഉടനെ തന്നെ പോയി വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും ഉടനെ തന്നെ പോയി വ്യാപാരം ചെയ്ത് 2 കൂടി സമ്പാദിച്ചു. ഇവരെ 2 പേരെയും യജമാനൻ അഭിനന്ദിക്കുന്നത് വിശ്വസ്തരും നല്ലവനുമായ ഭൃത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവരെ 2 പേരെയും അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിച്ചേരണം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ പദവിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പോൾ ഏറ്റവും ചെറിയ ജോലിയായിരിക്കാം. ആ ചെറിയ ജോലിയിൽ ഏറ്റവും സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടുകൂടെ അത് ചെയ്യുക എന്നുള്ളതാണ്. പൂർണ്ണ അർപ്പണ മനോഭാവത്തോടു കൂടെ അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നത് ആ യജമാനൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥാപന ഉടമ കാണുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ഉയർന്ന സ്ഥാനത്തേക്ക് പരിഗണിക്കും. ഒരു പ്രൊമോഷൻ ലഭിക്കും. വീണ്ടും ആ പ്രൊമോഷൻ മേഖലയിൽ കുറെ കൂടി കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും പ്രൊമോഷൻ ലഭിക്കും. ഇതാണ് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്രമാത്രം ആത്മാർപ്പണത്തോടെ, സ്നേഹത്തോടെ, തീഷ്ണതയോടുകൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത് കണ്ടിട്ടാണ് ഓരോരുത്തരും മറ്റുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നത്. അതിനാൽ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ 5 താലന്തായിരിക്കാം, 2 താലന്തായിരിക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഉടനെ തന്നെ പോയി വ്യാപാരം ചെയ്ത് കൂടുതൽ നമ്മൾ നേടിയാൽ നമ്മളെ തീർച്ചയായും ഉന്നതമായ സ്ഥാനത്തേക്ക് പരിഗണിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച, 1 താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് പോയി കുഴിച്ചിട്ടു. എന്നിട്ട് യജമാനന്റെ അടുക്കൽ വന്നിട്ട് ഇല്ലാ കഥകൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ യജമാനൻ അവനെ പുറത്തേക്ക് തള്ളുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ചിലപ്പോൾ ഈ 5 താലന്ത് കിട്ടിയ ആളും 2 താലന്ത് കിട്ടിയ ആളും വ്യാപാരം ചെയ്ത് അവർ 5ഉം 2ഉം കൂടി നേടിയെടുത്തു. ഇനി ഇവർ വ്യാപാരം ചെയ്തപ്പോൾ ഇവർക്ക് നഷ്ടമായിരിക്കാം വന്നതെന്ന് കരുതുക. ഈ 2 താലന്ത് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും യജമാനൻ അവരെ നോക്കി ഈ 1 താലന്ത് കുഴിച്ചിട്ടവനോട് പെരുമാറിയതുപോലെ പെരുമാറില്ല. കാരണം അവർ അധ്വാനിച്ചു. അവർ അതിനു വേണ്ടിയിട്ട് ആ കിട്ടിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു. അവർ പരാജയപ്പെട്ടു പോയതാണ്. പക്ഷേ അവർ നിഷ്ക്രിയരല്ലായിരുന്നു. അവർ കിട്ടിയത് കുഴിച്ചിട്ടവരായിരുന്നില്ല. മറിച്ച് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട് നോക്കി പരാജയപ്പെട്ടു. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എത്രമാത്രം പരിശ്രമിച്ചിട്ടും ചിലപ്പോൾ വിജയിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ യജമാനൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഈശോ പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചല്ല, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചാണ്. അന്ത്യവിധിയിൽ യജമാനൻ കടന്നു വരുമ്പോൾ നമ്മളും ഓരോരുത്തരും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ വ്യാപാരം ചെയ്ത, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് ദൈവം നമ്മെ അന്ത്യവിധിയിൽ വിധിച്ചുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്ത് ഉന്നതമായ സ്ഥാനം നമുക്ക് നൽകും. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിത്യനരകാഗ്നിയിലേക്ക് നമ്മളും തള്ളപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ താലന്തിന്റെ ഉപമ നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ഊർജ്ജസ്വലരാക്കട്ടെ, കർമ്മോന്മുഖരാകട്ടെ, ഒടുവിൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നമ്മളെ പരിഗണിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഈ ഭൂമിയിലുള്ള ജീവിതവും അതോടൊപ്പം തന്നെ അന്ത്യവിധിയിൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ പാകത്തിൽ ഈ ഭൂമിയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികളുമായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.